വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ വചന വിചിന്തനത്തിനായിട്ടുള്ളത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ പ്രത്യക്ഷത്തിൽ വളരെ കർക്കശ മനോഭാവത്തോടെ ഈശോ സംസാരിക്കുന്ന ഒരു വചനമാണ് നമ്മൾ ധ്യാന വിഷയമാകാൻ പോകുന്നത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമെന്നുള്ള യേശുവിൻ്റെ വാക്ക്. എന്തുകൊണ്ടാണ് യേശു ധനികർക്കെതിരായിട്ട് സംസാരിക്കുന്നത്? ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലേ? ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ വിശ്വസ്തർക്ക് ദാനമായി നൽകുന്ന ഒരു കാര്യമായിട്ടാണ് സമ്പത്തിനെ നമ്മൾ കാണുക. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 35-ാം വാക്യത്തില് അബ്രാഹത്തിന്റെ ദാസൻ ലാബാനോട് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് എൻ്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ സമ്പന്നനാണ്. വീണ്ടും നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ ദൈവം മോശ വഴി തൻ്റെ ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം, എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിനു വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. വീണ്ടും രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ ദൈവം സോളമനോട് അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: നിന്റെ ജീവിതകാലം മുഴുവനും സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കുമെന്ന്. പിന്നെ ജോബിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗം 42-ാം അധ്യായം 10-ാം വചനത്തിലൂടെ ജോബിനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്രകാരമാണ് വചനത്തിൽ പറയുക: ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്ന് ഇരട്ടിയായി കൊടുത്തുവെന്ന്. അങ്ങനെ പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുക ദൈവത്തിന്റെ വിശ്വസ്തർക്ക് ദൈവം അനുഗ്രഹമായി നൽകുന്നതാണ് സമ്പത്തെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ നേരെ വിപരീതമായി പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈശോ പറയുന്നുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മറ്റൊരവസരത്തിൽ ഈശോ പറയുന്നു, ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന്. പിന്നെ ഇന്നത്തെ സുവിശേഷത്തില് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണെന്നും ഈശോ പറയുന്നു. എന്തുകൊണ്ടാണ് ഈശോ ധനത്തിനും ധനികർക്കുമെതിരായി ഇങ്ങനെ സംസാരിക്കുന്നത്? അത് മനസ്സിലാക്കാനായി ഈ ബൈബിളിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഈശോ പറഞ്ഞ ഈ വചനത്തിന്റെ സാഹചര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. മത്തായി ശ്ലീഹായുടെ 19-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലൂടെ വായിച്ചു പോകേണ്ടതുണ്ട്. അവിടെ ധനികനായിട്ടുള്ള ഒരു യുവാവ് യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അതിനുത്തരമായി ഈശോ, നീ കൽപ്പനകളെല്ലാം പാലിക്കണമെന്ന് പറയുകയും ചെറുപ്പം മുതലേ ഇതെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്ന് അവൻ വാദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവന്റെ സമ്പത്ത് ഒരു കുറവായി യേശു കാണുകയും അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനായി ഈശോ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ മനുഷ്യൻ നിരാശനായി സങ്കടത്തോടെ തിരികെ പോകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ഇപ്രകാരം സംസാരിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈശോ ധനവാന്മാരെ ഒട്ടകമായിട്ടും സ്വർഗരാജ്യത്തെ സൂചിക്കുഴയായിട്ടും ഉപമിക്കുന്നത്? ഇതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി സഭാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: സൂചിക്കുഴ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ കോട്ടമതിലിലുള്ള ഒരു ഇടുങ്ങിയ വഴിയാണ്. കോട്ടവാതിൽ അടച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെ കടക്കണം. ഭാണ്ഡങ്ങളും ചുമടുകളുമൊക്കെ പുറത്തു വെച്ചാൽ മാത്രമേ ഈ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരൊട്ടകത്തിന് ഈ വഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് മുട്ടുകുത്തി ഇഴഞ്ഞു വേണം ഈ വാതിലിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ. ഈ ഒരു വ്യാഖ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ധനവാന്മാർക്ക് സ്വർഗരാജ്യം നിഷേധിച്ചു എന്നല്ല, മറിച്ച് ഒരു വെല്ലുവിളി നിറഞ്ഞ ജീവിതത്തിലൂടെ ധനികർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം എന്നാണ്. രണ്ടാമതായി യേശു ഉദ്ദേശിച്ചത് ഒട്ടകവും സൂചിക്കുഴയും തന്നെയാണ്. ഒട്ടകത്തിന് എങ്ങനെ സൂചിക്കുഴയിലൂടെ കടക്കാനാകും? അതൊരിക്കലും നടക്കാത്ത സാഹചര്യമാണ്. ഈ ഒരു അർത്ഥത്തിൽ വായിക്കുമ്പോൾ ധനവാന്മാർ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യർ ഈശോയോട് ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് സാധിക്കുമെന്ന്. എന്തുകൊണ്ടാണ് യേശു വളരെ കാറ്റഗോറിക്കലായിട്ട് ധനികർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നത്? 2 കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തേത്, ദാനധർമ്മം കൊണ്ട് ഒരാൾക്ക് സ്വർഗം നേടാമെന്നുള്ള ഒരു വിശ്വാസം
യേശുവിൻ്റെ കാലത്തുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും എന്ത് തിന്മകൾ ചെയ്താലും ദാനധർമ്മത്തിലൂടെ അതിനൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കാം എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സമ്പത്ത് കൂട്ടിവെക്കാനും ആ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യാനും പരിശ്രമിച്ചിരുന്നു. ദാനം ചെയ്യുക മാത്രമല്ല, അത് മറ്റുള്ളവരെ കാണാനും കേൾക്കാനും വേണ്ടി കൊട്ടിഘോഷിക്കുകയോടെ ചെയ്യുമായിരുന്നു. വേറൊരു അവസരത്തിൽ ഈശോ ഇതിനെ എതിർക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യം എന്നുള്ളത് മനുഷ്യന്റെ കഴിവ് കൊണ്ടും മനുഷ്യന്റെ സമ്പത്ത് കൊണ്ടും നേടിയെടുക്കാനുള്ളതല്ല, മറിച്ച് അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദാനമാണ്, ദൈവത്തിന്റെ കരുണയാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈശോ ഇപ്രകാരം കാറ്റഗോറിക്കലായിട്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നത്. രണ്ടാമതായി, ധനം എപ്പോഴും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലൊരു തടസ്സമാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുന്നത്, ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന്. സമ്പത്ത് കൊണ്ട് എന്തും നേടാമെന്നുള്ളൊരു മനുഷ്യ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നിന്ന് തന്നെ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരുമുണ്ട്. അത് വലിയ അപകടത്തിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് സന്യസ്തർ ദാരിദ്ര്യം എന്നുള്ളൊരു വ്രതം സ്വീകരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ഒന്നും വേണ്ട എന്ന് വെക്കുന്നത്. ധനികനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദൈവസ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ തന്റെ മണവാട്ടിയായി സ്വീകരിച്ച് ഈശോയെ അനുഗമിച്ചു, ഈശോയെ സ്നേഹിച്ചു, മറ്റൊരു ക്രിസ്തുവായി തീർന്നു. പ്രിയമുള്ളവരെ, സമ്പത്ത് ദൈവത്തിന്റെ ദാനം തന്നെയാണ്. പക്ഷെ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുമ്പോൾ നമ്മുടെ നിത്യജീവനും സ്വർഗരാജ്യത്തിനും അതൊരു തടസ്സമായിട്ട് മാറുകയാണ്. സമ്പത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവാശ്രയത്തിൽ ജീവിക്കുന്നുണ്ടോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ദൈവത്തെ ആശ്രയിക്കാതെ നമുക്കൊരിക്കലും ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവാശ്രയവും ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ജീവിതം സമ്പത്തിന് വേണ്ടിയല്ല, സമ്പത്ത് ജീവിക്കാനുള്ള ഒരു നിസ്സാരമായ ഉപാധി മാത്രമാണ്. ഇക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ദൈവാശ്രയത്തിൽ വളരാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.